പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും AR ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു വാൾ ക്ലോക്ക് അഴിച്ച് സർവീസ് ചെയ്യുന്നതാണ്. അതായത് ഇത് സിറ്റിസൺ കമ്പനിയുടെ ഒരു നല്ലൊരു വാൾ ക്ലോക്കാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ക്ലോക്കാണിത്. ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ്. അതായത് ഇത് പെൻഡുലം ടൈപ്പാണ്. പെൻഡുലം ടൈപ്പും അതുപോലെ തന്നെ 1 മണിക്കൂറിനും അരമണിക്കൂറിനും ബെൽ സിസ്റ്റമുള്ള, അതായത് ബെല്ലടിക്കുന്ന, മണിക്കൂറുകൾക്കും അരമണിക്കൂറുകൾക്കും ബെല്ലടിക്കുന്ന സിസ്റ്റമുള്ള ഒരു ക്ലോക്കാണിത്. വളരെ നല്ല വിലയുള്ളൊരു ക്ലോക്കാണിത്. അപ്പോൾ ഇത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്ന് അഴിച്ച് സർവീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെൻഡുലം. അതായത് പഴയകാലത്ത് വൈൻഡിങ് ക്ലോക്കെല്ലാം വന്നിരുന്നു. അത് വൈൻഡിങ്ങിലാണ് അത് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഇലക്ട്രോണിക്കാണ്. ആ പെൻഡുലം സിസ്റ്റം കൂടി ഇലക്ട്രോണിക്കിലാണത് വർക്ക് ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൻഡുലം മൂവ് ആവുന്നതും ക്ലോക്ക് വർക്കാവുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ചില ടൈമിൽ പെൻഡുലം വർക്കായിക്കൊണ്ടിരിക്കും, പക്ഷേ ക്ലോക്ക് നിന്ന് പോകും. അപ്പോൾ ഇതാണ് ഈ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിന് വേണ്ടിയുള്ള ഒരു കോയിലാണിത്. അപ്പോൾ ഈ കോയിൽ അതിൽ നിന്ന് വിട്ട് താഴെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇത് റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അത് ഡൗട്ടാണത്. ഇതിൻ്റെ കോയിലൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ആ കോയിൽ എടുത്ത് വീണ്ടും സോൾഡർ ചെയ്യുകയൊക്കെ ബുദ്ധിമുട്ടാണ്. മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ബോർഡ് ECB ബോർഡടക്കം മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത് പെൻഡുലം ഇങ്ങനെ ഇങ്ങനെ ഒരു ഞാട്ടിയിടുന്നൊരു സിസ്റ്റമാണിത്. ചുമരിലിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അത് താഴെയൊന്നും വീഴാൻ സാധ്യതയില്ല. ഇപ്പം നമ്മൾ അഴിച്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ പെൻഡുലം എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ എന്തായാലും ഇത് കംപ്ലൈൻ്റ് ആണിത്. അപ്പോൾ നമുക്ക് എന്തായാലും അഴിച്ച് നോക്കാം, പെൻഡുലം ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ ഇത് ക്ലോക്ക് വർക്കാവുന്നില്ല, അപ്പോൾ അതാണ് പ്രധാനം. അപ്പോൾ നമുക്കിത് അഴിക്കാം. അപ്പോൾ ഇതിന് ഏകദേശം 10-12 സ്ക്രൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അഴിക്കാൻ പോവുകയാണ്. അഴിച്ച് നോക്കാം. ഇതിൻ്റെ ഗ്ലാസ്സെല്ലാം അഴിച്ച് മാറ്റി. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഹാൻഡ്സൊക്കെ റിമൂവ് ചെയ്യുകയാണ്. ഹാൻഡ്സ് ഇതേപോലെയാണ് റിമൂവ് ചെയ്യുക. വേണമെങ്കിൽ ഓരോന്നായിട്ട് അഴിച്ചെടുക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ 3 ഹാൻഡ്സും ഒരുമിച്ച് അങ്ങോട്ട് പറിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പെൻഡുലം സിസ്റ്റത്തിൻ്റെ ആ ഭാഗം നമുക്ക് അഴിച്ച് നോക്കാം. ഇത് പെൻഡുലത്തിന് മാത്രമായിട്ടുള്ളൊരു സെക്ഷനാണിത്. അതിലൊരു ബോർഡും ഒരു കോയിലും വരും. അതിൻ്റെ കോയിലാണ് ഇപ്പോൾ അത് വീണ് താഴെ കിടന്നിരുന്നത്. ഇതാണ് ആ ബോർഡ്. ഇത് നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ്, ക്ലോക്ക് വർക്കാവുന്ന സെക്ഷൻ നമുക്ക് അഴിച്ചു നോക്കാം. അപ്പോൾ അതിനപ്പോൾ ഈ സൈഡ് അഴിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് അഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
മൂവ്മെൻറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഏതായാലും അഴിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ആകപ്പാടെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അഴിക്കാം. അപ്പോൾ വയർ കണക്ഷൻ നമ്മൾ വിടിയിച്ചു. ബാറ്ററിയിൽ നിന്നും വരുന്നത് അതുപോലെ തന്നെ പെൻഡുലത്തിലേക്ക് പോകുന്ന വയറുമാണ് ഇപ്പം നമ്മൾ റിമൂവ് ചെയ്തത്. ഇത് ക്ലോക്ക് വളരെ ശ്രദ്ധാപൂർവം അഴിക്കേണ്ടതാണ്. ഇതാണ് മൂവ്മെൻറ്റ്. ഈ കാണുന്ന സ്വിച്ചുകളൊക്കെ ഇതിൻ്റെ ബെല്ല് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞത് ക്ലോക്ക് ഓടിയാൽ മതി, ബെല്ലും പെൻഡലും ഒന്നും റെഡി ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് ക്യാബിനറ്റിൽ 2-3 ലോക്കെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ഏത് സൈഡിലൊക്കെയാണ് അതിൻ്റെ ലോക്ക് വരുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് അഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ധൃതി പിടിച്ച് അഴിച്ചതിൻ്റെ ലോക്കൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താ പറയുക, അതിൻ്റെ ഓട്ടത്തിൽ പ്രശ്നം വരും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നോക്കി എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അഴിക്കാം. നമുക്കിതിൻ്റെ വീലുകൾ ഓരോന്നായിട്ട് പുറത്തെടുക്കാം. വീലുകളൊക്കെ എടുത്തൊന്ന് നോക്കാം, എന്തെങ്കിലും പല്ല് പോയിട്ടുണ്ടോ. സെക്കൻഡ് വീല്, ഫസ്റ്റ് വീല് എന്താ പറയുക, നന്നായിട്ട് അഴുക്ക് കാണുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മതിയാവും. ഇതാണ് മാഗ്നറ്റ് വീൽ.
ഇനി നമുക്കിൻ്റെ ബോർഡ് അഴിച്ചു മാറ്റി വയ്ക്കാം. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ബോർഡ്. ഇതിലൊരു കോയിലുണ്ട്. നമ്മൾ വീലുകളൊക്കെ ഓരോന്ന് അഴിക്കുമ്പോഴൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് അഴിച്ചാൽ മാത്രമാണ് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സംശയമില്ലാതെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ബെല്ലൂടെ ഉള്ളത് കൊണ്ടാണ് ഇതിൽ മറ്റ് ക്ലോക്കുകളെ അപേക്ഷിച്ച് കുറച്ച് സ്പെയർ അധികമുണ്ടാവും, വീലുകളൊക്കെ കൂടുതലുണ്ടാവും. ഓരോന്നിൻ്റെയും സീറ്റിങ് നോക്കി മനസ്സിലാക്കി വേണം നമ്മൾ അഴിക്കാൻ. കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ വീലുകളൊക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ക്ലോക്കിൻ്റെ പാർട്സുകളെല്ലാം, അതായത് വീൽ സെറ്റ് എല്ലാം നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇത് ഐസോ, അതായത് പ്രിൻ്റഡ് ബോർഡൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു ലിക്വിഡാണിത്. പെട്രോളിനേക്കാളും ഡ്രൈ ആവാനൊക്കെ ഇത് എളുപ്പമാണ്. അഴുക്ക് നന്നായിട്ട് പോയി കിട്ടും. വീലുകളിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പോകുന്നതിന് വേണ്ടിയാണ് ഈ ലിക്വിഡ് ഉപയോഗിക്കുന്നത്. സാധാരണ വൈറ്റ് പെട്രോൾ ഉപയോഗിക്കാറുണ്ട്. ഇനി വൈറ്റ് പെട്രോൾ കിട്ടാത്ത സമയത്ത് നമ്മൾ സാധാരണ ബൈക്കിലും കാറിലൊക്കെ ഒഴിക്കുന്ന പെട്രോളും ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ നല്ലത് ഈ ലിക്വിഡാണ്, ഐസോ എന്ന. കൂടുതലും ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രിൻ്റഡ് ബോർഡൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മളത് ഉപയോഗിച്ചാണ് ഇതിൻ്റെ വീലൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ വീലൊക്കെ സീറ്റിംഗ് ആവുന്നിടത്തൊക്കെ അല്പം ഓയിൽ തൊട്ട് വയ്ക്കേണ്ടതാണ്. ഇത് വാച്ചിനൊക്കെ കൊടുക്കുന്ന ഒരു ഓയിൽ തന്നെയാണ്. വാച്ചിന് 2-3 തരം ഓയിൽ വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് വാച്ചുകൾക്കൊക്കെ അല്പം വില കൂടിയ ഓയിലാണ്. ഇത് സാധാരണ ഓയിൽ വാച്ചുകൾക്ക്, സാധാരണ ക്ലോക്ക്, ടൈം പീസ് പോലുള്ള ക്ലോക്കുകൾക്കും ടൈം പീസിനൊക്കെ കൊടുക്കുന്നൊരു ഓയിലാണിത്. ഇതിനധികം വിലയില്ലാത്തൊരു ഓയിലാണ്. അത് മതിയാവും ഇതിന്. വാച്ചിൻ്റെ ഓയിൽ എന്നൊക്കെ പറയുന്നത് വളരെ വില ഉയർന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓരോ വീലും നമ്മൾ അഴിച്ചെടുത്ത വീലുകളൊക്കെ കൃത്യമായിട്ട് അതാത് സ്ഥലങ്ങളിൽ വെച്ച് നമുക്കിതിൻ്റെ ബോർഡെല്ലാം വെച്ചതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ക്ലോക്കിൻ്റെ മെഷീൻ മൂവ്മെൻറ്റ് നമ്മൾ അഴിച്ച് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്തു. ഒരു ബാറ്ററി വെച്ച് നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് വർക്ക് ചെയ്യുന്നത് ഉടനെ കാണാൻ സാധിക്കില്ല, കാരണം ഇതിന് സെക്കൻഡ് ഇല്ല. സെക്കൻഡ് സൂചി ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് വർക്കാവുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ കുറച്ച് നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലോക്ക് വർക്കിംഗ് ആണ്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാബിനറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കിതിൻ്റെ ക്യാബിനറ്റിലേക്ക് ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഹാൻഡ്സ് തിരിക്കാനുള്ള ബട്ടണാണിത്, ടൈമിൽ തിരിക്കാനുള്ളത്. ഒക്കെയാണ്. മൂവ്മെൻറ്റ് വർക്കിംഗ് ആണ്, ഇതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ഇതിന് ബെല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓടിയാൽ മതി, ഇതിൻ്റെ സമയം മാത്രം നോക്കാൻ മതി, അതുകൊണ്ട് ബെല്ലൊന്നും നോക്കേണ്ടതില്ല, പെൻഡുലം റെഡിയാക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ നമ്മളടുത്തായിട്ട് ഇതിൻ്റെ ക്യാബിനറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഹാൻഡ്സ് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഗ്ലാസ് എല്ലാം പഴയതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ